ഈ ഒരു വളം കൊടുത്തിട്ടാണ് നമ്മളിവിടെ നല്ല ഇതേപോലെ പൂക്കൾ പിടിപ്പിക്കുക. കിടക്കുന്നുണ്ട ഇതിൽ നിന്ന് നമുക്ക് ഒരെണ്ണം പിടിച്ചൊന്ന് കഴിച്ചാലാ. അടിപൊളി കേട്ടോ. ഇതേപോലെ നമുക്ക് വീട്ടിൽ ഡ്രമ്മിലോ ഒക്കെ കായ്ക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് സൂപ്പർ അല്ലേ. ഞെക്കിയാൽ തന്നെ ചെറിയൊരു ഞെക്ക് വന്നു കഴിഞ്ഞാൽ അതിൻ്റെ ഇതൊന്നും വിരിയത്തില്ല. കണ്ട ഇത് അതേപോലെ തന്നെ താണ്ട ഈ കായ്കൾ ഇതേപോലെ പിടിക്കാൻ കിടക്കുന്നുണ്ട. ഈ കിടക്കുന്നുണ്ട ഇത് നമ്മളിപ്പോൾ നിൽക്കുന്ന പരിമലപ്പള്ളിയിലാണേ. അതിന് നമ്മുടെ നഴ്സറിയിൽ അതിൻ്റെ കായുള്ള മാങ്ങ മാത്രമല്ല പൂക്കളും ഒക്കെ ഉണ്ട് കേട്ടോ. അതിന് നമുക്ക് താണ്ടെ ഈ മാങ്ങ പിടിച്ച് കിടക്കുന്നുണ്ട ഇതിൽ നിന്ന് നമുക്ക് ഒരെണ്ണം പിടിച്ചൊന്ന് കഴിച്ചാലാ. അടിപൊളി കേട്ടോ. ഇതേപോലെ നമുക്ക് വീട്ടിൽ ഡ്രമ്മിലോ ഒക്കെ കായ്ക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് സൂപ്പർ അല്ലേ. ഒരു പ്ലാന്റ് വെച്ച് കഴിഞ്ഞാൽ വീണ്ടും നമുക്ക് ഒരു പ്ലാന്റ് മേടിച്ച് വയ്ക്കാനായിട്ട് തോന്നും. കത്രിക കൊണ്ട് ആദ്യമേ അതിൻ്റെ മണ്ട പഴയ പൂക്കളൊക്കെ നമ്മൾ കട്ട് ചെയ്ത് കളയാം. ഇത് കണ്ടോ, ഈ പോർഷനൊക്കെ നമ്മൾ കറക്റ്റായിട്ട് കട്ട് ചെയ്ത് കളയണം. കണ്ടോ, ഇതിന് വിരിയത്തില്ല. ഇത് ആളുകൾ മെയിനായിട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ചെല്ലും ഇറങ്ങി ഇതേപോലെ പൂക്കളിനകത്തൊക്കെ ഇതേപോലെ ഒന്നേപോലെ പൂക്കളിൽ അധികം തൊടാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത്. അതിനുശേഷം പൂക്കൾ കൊഴിഞ്ഞു പോകത്തില്ലേ, ഈ കൊഴിഞ്ഞു പോകുമ്പം അതിൻ്റെ തൊട്ട് താഴെ വെച്ച് കട്ട് ചെയ്ത് കളയുക. കട്ട് ചെയ്ത് കളയുമ്പോൾ അതിനടിയിൽ നിന്ന് അടുത്ത ബ്രാഞ്ചുകൾ വരും. ഓക്സിജൻ ഹോർമോൺ അവിടെ വെച്ച് ബ്ലോക്കായിട്ട് അടുത്ത ബ്രാഞ്ചുകൾ വരാൻ വേണ്ടി സഹായിക്കും. അതാണ് അതിൻ്റെ ഏറ്റവും വലിയ പ്രതിവിധി. നല്ല പുതിയ ബ്രാഞ്ചുകൾ വരും, അതിനകത്ത് അടുത്ത പൂക്കൾ വരത്തുള്ളൂ. അങ്ങനെ വരുന്ന പൂക്കളിൽ ഇതാണ് ചെറിയ പൂക്കൾ വരാതിരിക്കാനായിട്ട് വലിയ പൂക്കളാവണമെന്നുണ്ടെങ്കിൽ ആദ്യമേ വരുന്ന ചെറിയ മുട്ടുകൾ കണ്ടോ, ഇതേപോലുള്ള കുഞ്ഞു മുട്ടുകൾ അതിന് ഇടയ്ക്ക് കട്ട് ചെയ്ത് കൊടുക്കണം. അത് ഒരുപാട് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുമ്പോൾ ചിലപ്പം ചിലർക്ക് ഇഷ്ടപ്പെടത്തില്ല. അതിനൊരു കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് ഒരു പൂ വരാൻ തന്നെ കഷ്ടപ്പെടുന്ന ഒരു സമൂഹമാണ് നമ്മളെ കൂടെ ഉള്ളത്. അന്നേരം അത് കാണുമ്പോഴുള്ള സന്തോഷം. പക്ഷേ ഇത് ചെറിയ പൂക്കൾ ഒടിച്ച് കളഞ്ഞപ്പോൾ 5-6 കൊലയിൽ കൂടുതലായിട്ട് പൂ നിർത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ പൂക്കളുടെ സൈസ് കുറവായിരിക്കും. ശ്രദ്ധിക്കേണ്ട കാര്യം. അതേപോലെ തന്നെ ഇത് കൊടുക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പ്രൂൺ ചെയ്തതിന് ശേഷമായിട്ട് ഇതാണ് കൂടുതലൊന്നും വേണ്ടതാ, ലേശം കണ്ട ഇത് തന്നെ 2 ചെടിക്ക് കൊടുക്കാനുള്ള സാധനം ഉണ്ടെന്ന് നമുക്ക് പറയാം. ചെറിയ ചട്ടിയാണെങ്കിൽ, വലിയ ചട്ടിയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് ഇത്രയെങ്കിലും കൊടുക്കണം. ഇത്ര കണ്ട ഏകദേശം ഒരു 10-12 തരിയാണ്. കണ്ട ഇതിനെ എടുത്തിട്ട് ഇനി അടുത്തുകൊണ്ടോ കണ്ടേ ഇതിൻ്റെ മൂട്ടിന് ദൂരെ കൂട്ടിയിട്ട് ആ ചട്ടിയുടെ സൈഡിലായിട്ട് ഇതേപോലെ ലേശം ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ വെള്ളം അതിൻ്റെ മുകളിൽ കൊടുക്കാവും. കണ്ട ചെടികൾ മേടിക്കും. പക്ഷേ വളർത്തുന്ന എങ്ങനെയാണെന്ന് കറക്റ്റ് അവർ പറഞ്ഞു തരണമെന്നുണ്ടെങ്കിൽ അവർക്ക് മനസ്സിലാവണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതേപോലെ തന്നെ ലൈറ്റായിട്ട് കൊടുക്കാനായിട്ട് പറ്റും. കണ്ട ഇതേപോലെ കൊടുക്കുക. ഇത് കണ്ട ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ആളുകൾ വന്ന് കയറിയിട്ട് ഈ സാരി തുമ്പൊക്കെ കട്ട് ചെയ്ത് ഓടിയുന്നതാണ്. കണ്ട ഇതൊക്കെ ഇനിയിപ്പം ചെയ്തിട്ട് കാര്യമില്ല. കണ്ട സാരി തലപ്പൊക്കെ ഇതിനകത്ത് കുടുങ്ങിയിട്ട് വലിക്കുമ്പം അത് ഒടിഞ്ഞു പോകും. അന്നേരം കണ്ട ഇതേപോലെ ഇത് വരാനുള്ള സാധ്യതയുണ്ട്. അന്നേരം ശ്രദ്ധിക്കുക. പ്ലാന്റുകൾ എടുക്കാൻ വരുമ്പോൾ നമ്മൾ നിൽക്കുന്ന പരിമലപ്പള്ളിയിലാണ്. അന്നേരം ഇതേപോലെ തന്നെ ഈ DAP വളം ഇന്ന് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു 15 ദിവസം കഴിയുമ്പോഴത്തേക്ക് നമുക്കൊരു 15 ദിവസം കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ഫാക്ടംഫോസ് വളം കൊടുക്കാം. ഫാക്ടംഫോസ് എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ, ഇനി അത് പറയേണ്ട കാര്യമൊന്നുമില്ല. കേരള ജനതയ്ക്ക് മൊത്തം കൃഷി ഇഷ്ടപ്പെടുന്നവർക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് ഫാക്ടംഫോസ് വളം. അപ്പം ഇന്ന് നമ്മൾ ഈ DAP വളം കൊടുക്കുന്നു. ഒരു 15 ദിവസം കഴിയുമ്പോഴത്തേക്ക് ഇതേ അളവിൽ നമുക്ക് കാണിച്ചിരുന്ന അതേ അളവിൽ തന്നെ ലേശം ഫാക്ടംഫോസ് വളം കൊടുക്കുന്നു. അതിനുശേഷം വീണ്ടും 15 ദിവസം കഴിയുമ്പോഴത്തേക്ക് നമ്മൾ ജൈവ വളക്കൂട്ടി എല്ലുപൊടി, വേപ്പമുണ്ടാക്ക്, ചാണകപ്പൊടി, ചകിരിച്ചോറ്, കടലപ്പിണ്ണാക്ക്, കക്കാനീറ്റിയത് എല്ലാം കൂടിയിട്ട് മിക്സ് ചെയ്ത് ജൈവ വളക്കൂട്ട് ലേശം ഇത്രയും ഇടുക. അതിൻ്റെ മേൽ മണ്ണിളക്കി കൊടുക്കുക. മനസ്സിലായോ? ഇതേപോലെ ഒരു റിവേഴ്സ് പ്രോസസ്സ്, റിവേഴ്സല്ലേ ഒരു റൊട്ടീനാക്കുക. 15-15-15. അതിനുശേഷമായിട്ട് പറ്റുമെന്നുണ്ടെങ്കിൽ ഒരു ട്രിപ്പ്, അതായത് അടുത്ത മാസം ഇങ്ങനെ 3 വട്ടം ചെയ്ത് അടുത്ത ട്രിപ്പ് ചെയ്യുമ്പോഴത്തേക്ക് ഈ നമ്മൾ കൊടുക്കുന്ന 90% വളവും ഈ പ്ലാന്റ് എടുക്കണമെന്നില്ല. മേൽമണ്ണകളൊക്കെ കൊടുക്കുന്നത് ശരിയാണ്. ഒരു 50-60% മാത്രമേ ചെടി വലിച്ചെടുക്കത്തുള്ളൂ. അന്നേരം അടുത്തതായിട്ട് വേണ്ടത് ഇഞ്ചക്ഷൻ പ്രോസസ്സ്. നമുക്ക് ബാക്കിയുള്ളത് ഇപ്പം ഫ്ലവർ ഷോക്ക് വരുവാണെന്നുണ്ടെങ്കിൽ ഫ്ലവർ ഷോക്ക് വരുവാട്ടാ. അന്നേരം
ലേശം ഒരു 2 ഗ്രാം യൂറിയ 1 ലിറ്റർ വെള്ളത്തിലെടുത്ത് നന്നായിട്ടൊന്ന് കലക്കിയതിന് ശേഷം ലൈറ്റായിട്ടൊന്ന് സ്പ്രേ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇവൻ ഈ വേരിനകത്തോട്ട് ഈ കൊടുത്ത വളങ്ങളിൽ ഒരു 10-15% കൂടെ ഇത് തള്ളിക്കയറ്റി ഇഞ്ചക്ഷൻ പ്രോസസ്സിലൂടെ കൊടുക്കും. അതിന് നല്ലതാണ്. പ്ലാന്റ് നല്ല പച്ചപ്പ് നിൽക്കും. അതേപോലെ തന്നെ പ്ലാന്റ് നല്ല ഉഷാറായിട്ട് വളർന്നു കിട്ടും. നമ്മളെ വീട്ടിൽ നഴ്സറിയിൽ വളർത്തുന്നത് പോലെ തന്നെ നമുക്ക് പ്ലാന്റുകൾ വളർത്താനായിട്ട് സാധിക്കും. ഇതൊരു ചെറിയ ടിപ്പായിട്ടിരിക്കട്ടെ. അതിനും ഇതേപോലുള്ള നല്ല നല്ല വീഡിയോകൾ ഇനിയും കാണണം എന്ന് ആഗ്രഹമുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ പേജ് ഒന്ന് ഫോളോ ചെയ്ത് വെച്ചു. അതേപോലെ തന്നെ നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പരുമലപ്പള്ളിയിൽ നമ്മളിനി കുറച്ച് ദിവസം കൂടിയേ ഉള്ളൂ. സമയം പോലെ പ്ലാന്റുകളൊക്കെ ഉള്ളതൊക്കെ നോക്കി വാങ്ങിയിട്ട് പോകാം. ഓക്കെ, ലാവൊക്കെ വരുന്നുണ്ട്. ഇന്നും പുതിയ ലോഡ് വരുന്നുണ്ട്. അതിനും അടിപൊളി ഒരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. എല്ലാവർക്കും ഒരു കൂടി ഹൃദയം നിറഞ്ഞാൽ മതി. താങ്ക് യു.